ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 213.43 കോടി രൂപ അനുവദിച്ച് ധനകാര്യ വകുപ്പ്. സാമ്പത്തിക വർഷത്തെ ജനറൽ പർപ്പസ് ഗ്രാന്റിന്റെ രണ്ടാം ഗഡുവാണ് അനുവദിച്ചതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ഒരു 2 മാസത്തിനിടെ നിരവധി തവണ സംസ്ഥാന ധനവകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിസന്ധിക്ക് കേന്ദ്രം ഇടവരുത്തുന്നുണ്ടെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക, കൃത്യമായ ഫണ്ട് നൽകുക, അക്കാര്യം അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായും സിജു, ആ രീതിയിൽ തന്നെയാണ്. കാരണം ഈ മാസം തന്നെ ഇത് കൃത്യമായ രീതിയിൽ, അതായത് 6 ആഴ്ചയ്ക്കുള്ളിൽ 4051 കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ആകെ അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് 213.43 കോടി രൂപയാണ്. അത് സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും വേണ്ടിയാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് ലഭിക്കുക 150.23 കോടി രൂപയായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 11.23 കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകൾക്കാകട്ടെ 7.89 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികൾക്ക് 25.83 കോടി രൂപയും കോർപ്പറേഷനുകൾക്ക് 18.25 കോടി രൂപ എന്നിങ്ങനെയാണ് നീക്കിവെച്ചിരിക്കുന്നത്. ഇതിലൂടെ പ്രധാനമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ സാമ്പത്തിക വർഷത്തെ പ്രധാന പദ്ധതി പ്രവർത്തനത്തിനൊപ്പം തന്നെ സ്കൂളുകളും ആശുപത്രികളും റോഡുകളും അടക്കം ആസ്തികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ കൂടി ഏറ്റെടുക്കാൻ സാധിക്കും എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 213.43 കോടി രൂപ കൂടി അനുവദിച്ച് ധനകാര്യ വകുപ്പ്.